കേൾക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവലിനെ കുറിച്ചാണ്. ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധമായ ഒരു നോവലാണ് ബാല്യകാല സഖി. അയൽക്കാരായ മജീദിന്റെയും സുഹറയുടെയും കഥയാണ് ബാല്യകാല സഖി. മജീദും സുഹറയും കണ്ടുമുട്ടുന്നത് അവർക്ക് 9-7 വയസ്സുള്ളപ്പോഴാണ്. ബാല്യകാലം മുതൽ തൊട്ടേ അവർ സുഹൃത്തുക്കളായിരുന്നെങ്കിലും പരിചയക്കാരാകുന്നതിന് മുൻപേ അവർ ശത്രുക്കളായിരുന്നു. നാട്ടിലെ ഏറ്റവും പണക്കാരിൽ ഒരാളാണ് മജീദിന്റെ ബാപ്പ. സുഹറയാകട്ടെ ഒരു പാവം മടക്കിയ കച്ചവടക്കാരന്റെ മകളും. സുഹറ കണക്കിൽ മിടുപിടിക്കുകയായിരുന്നു. മജീദ് ഒരു മരമണ്ടനും. ഒന്നും ഇമ്മണി വലിയ ഒന്നെന്ന് കണ്ടുപിടിച്ചതും മജീദായിരുന്നു. സുഹറയുടെ അടുത്ത ബെഞ്ചിൽ മജീദ് സ്ഥാനമുറപ്പിച്ചതോടെ അവൻ കണക്കിൽ ഒന്നാമതായി. സുഹറയുടെ ബാപ്പയുടെ മരണം അവളുടെ പഠനം മുടക്കി. സുഹറയെ കൂടി തന്റെ സ്കൂളിൽ ചേർക്കാൻ ബാപ്പയോട് പറഞ്ഞിട്ടും അദ്ദേഹം അത് അനുസരിച്ചിരുന്നില്ല. ബാപ്പയോട് പിണങ്ങി അഭിമാനിയായ മജീദ് വീടും നാടും വിട്ടു, അവന്റെ പ്രിയപ്പെട്ട സുഹറയോട് യാത്ര പോലും പറയാതെ. വളരെ നാളുകൾക്ക് ശേഷം മജീദ് തിരിച്ചെത്തിയെങ്കിലും അവന്റെ സുഹറയെ നഷ്ടമായിരുന്നു. 2ാം കെട്ടുകാരന്റെ ഭാര്യയായിത്തീരുന്ന സുഹറയുടെ നരക ജീവിതം കണ്ട് മജീദും സുഹറയും വീണ്ടും ഒന്നിച്ചു. സുഹറയെ സ്വന്തമാക്കുന്നതിന് വേണ്ടി മജീദ് പണമുണ്ടാക്കാൻ വീണ്ടും നാട് വിട്ടു. പക്ഷേ ഒരു സൈക്കിൾ ആക്സിഡന്റിൽ അവന്റെ വലതു കാൽ നഷ്ടപ്പെട്ടു. വീട്ടുകാരോടും സുഹറയോടും പറയാതെ അലഞ്ഞു തിരിഞ്ഞ് ഒരു ഹോട്ടലിൽ ജോലി ലഭിച്ചു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പച്ച പിടിച്ച മജീദിന് വീട്ടിൽ നിന്ന് ഒരു കത്ത് വന്നു. അവന്റെ എല്ലാമായ സുഹറ ഈ ലോകത്തോട് യാത്ര പറഞ്ഞുവെന്ന്. അന്ന് യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങുന്നതിന് മുൻപ് സുഹറ എന്തോ പറയാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ബസിന്റെ ഹോണത് അനുവദിച്ചിരുന്നില്ല. ഒടുവിൽ വായനക്കാരുടെ മനസ്സിൽ ഒരു പിടി നൊമ്പരങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് ഈ നോവൽ അവസാനിക്കുന്നു.